ഡോക്ടർ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താലും ഇപ്പോൾ അലോപ്പതി നാച്ചുറോപ്പതിക്കാരെ പറ്റി പറയുന്നു, ഇത് കോൺട്രവേഴ്സി ആയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്ത് നടക്കില്ല എന്നുള്ള രീതിയിൽ. അതേപോലെ പല മെഡിസിനൽ സിസ്റ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു രീതി കാണാം. ഡോക്ടർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ലാൻഡ്സ്കേപ്പിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫണറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനിലും ഉണ്ടത്. ഇപ്പം യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാച്ചുറോപ്പതിനെ കുറ്റം പറയുന്നു, അലോപ്പതിനെ കുറ്റം പറയുന്നു, ആയുർവേദത്തെ കുറ്റം പറയുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ആവശ്യമാണ്. ഓക്കെ. ഇവൻ എന്താ പറയുക, ഇപ്പം ചില ആൾക്കാർ ഈ റിലീജിയസ് ആയിട്ട് ഭയങ്കര എക്സ്ട്രീമുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് എൻ്റെ ദൈവം മാത്രമാണ് കറക്റ്റ്, ബാക്കിയുള്ളവരുടെ ദൈവം എല്ലാം എന്താ പറയുക പേഗൻസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് പല ആൾക്കാരും എന്താ പറയുക ഈ യൂട്യൂബിലും എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും ഇരുന്നിട്ട് മറ്റുള്ള സിസ്റ്റത്തെ കുറ്റം പറയുന്നത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം അവർ പഠിച്ചത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ. ഇനിയിപ്പം എൻ്റെ ആംഗിളിൽ ഞാൻ പറയാം. എൻ്റെ ആംഗിളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ചിലെന്ന് പറയുന്നത് എല്ലാ സിസ്റ്റംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആയുർവേദം തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് സർവൈവ് ചെയ്തത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആയതുകൊണ്ടാണ്. നാച്ചുറോപ്പതി ഇപ്പം വൺ ഓഫ് ദി യങ്ങസ്റ്റ് സിസ്റ്റമാണ്. ഒരു 200 ഇയേഴ്സ് മറ്റോ ആയിട്ടുള്ളൂ ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ഇവിടെ സർവൈവ് ചെയ്യുന്നത് അത് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. മോഡേൺ മെഡിസിൻ ഡെഫിനറ്റ്ലി എന്താ പറയുക ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഈ എല്ലാ സിസ്റ്റവും നമുക്ക് ആവശ്യമാണ്. അതായത് നാച്ചുറോപ്പതിയുടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ട്രയാങ്കിളിൽ ബോട്ടത്തിലാണ് എന്താ പറയുക ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഹെൽത്തി ലൈഫ് സ്റ്റൈലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് അത് മതിയാകുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്കാണ് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അതായത് ഫാസ്റ്റിങ്ങോ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലെവലിലേക്കായിരിക്കും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷനും ഹെർബ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ലെവലിലായിരിക്കും മേ ബി ഫിസിയോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഓസോൺ തെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ IV ന്യൂട്രീഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പം ഹൈഡ്രജൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്നോളജി ഇപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊക്കെ വരുന്നത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലായിരിക്കാം ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലായിരിക്കും സർജറി വരുന്നത്. അന്നേരം ഒരു നാച്ചുറോപ്പതിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആരും അലോപ്പതി തെറ്റാണ് ആയുർവേദം തെറ്റാണെന്ന് പറയുന്ന ഒരു അപ്രോച്ച് അല്ല നാച്ചുറോപ്പതിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനെ എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നാച്ചുറോപ്പതിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പറയുക നമ്മളുടെ സൊസൈറ്റിയിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറോപ്പതിക്കാരെല്ലാം അലോപ്പതിക്കെതിരാണ്, അല്ല നാച്ചുറോപ്പതിക്കെല്ലാം ആയുർവേദത്തിനെതിരാണ്. പക്ഷേ ഞാൻ എൻ്റെ കരിയറിൽ ഓൾമോസ്റ്റ് ലൈക്ക് 50% വർക്ക് ചെയ്തത് അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൂട്ടത്തിലാണ്. അലോപ്പതിയിൽ സർജൻസും എന്താ പറയുക കിഡ്നി സ്പെഷ്യലിസ്റ്റും ഒക്കെയുള്ള കാർഡിയോളജിസ്റ്റും ഒക്കെയുള്ള ടീമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ കേരളത്തിന് പുറത്താണ് ഇവരൊക്കെ എന്താ പറയുക ഭയങ്കര അപ്രോച്ചബിളുമാണ്. ഇവരൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ബിറ്റ്വീൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാവുന്നവരാണ്. പക്ഷെ കേരളത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, കേരളത്തിൽ ഈ എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്ന അതേ അപ്രോച്ചാണ് എല്ലാ ആൾക്കാരും, നല്ലൊരു ശതമാനം ആൾക്കാരും ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇരുന്ന് ഘോരം പ്രസംഗിക്കുന്നത്. പക്ഷേ ഇതേ ആൾക്കാർ എന്താ പറയുക ഇവൻ അലോപ്പതിക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പല ബന്ധുക്കളും നമ്മുടെ ഹോസ്പിറ്റൽസിൽ അഡ്മിഷൻ വരുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നുണ്ട്. പക്ഷെ പബ്ലിക്കിൻ്റെ മുന്നേ വരുമ്പോഴത്തേക്കും എന്താ പറയുക ക്രിട്ടിസൈസും ചെയ്യും. സോ അത് എന്താ പറയുക ഒരു സുഖമില്ലാത്ത ഒരു പരിപാടിയാണ്. എല്ലാ സിസ്റ്റവും വേണം. അതാണ് എൻ്റെ അപ്രോച്ച്. അല്ലെങ്കിൽ എന്താ പറയുക ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ എന്നുള്ളതാണ് മോഡൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് ഞാൻ പറയും.